പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: പ്രേയർ ഇസ് ദി ബ്രെത്ത് ഓഫ് ഫെയ്ത്ത്. വിശ്വാസ ജീവിതത്തിൻ്റെ ജീവശ്വാസം പ്രാർത്ഥനയാണ്. ബട്ട് വാട്ട് ഈസ് എ ട്രൂ പ്രേയർ? കേവലം കുറേ ജപങ്ങൾ മനഃപാഠമാക്കി പറയുന്നതല്ല പ്രാർത്ഥന, മറിച്ച് ദൈവവുമായുള്ള ഒരു സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന. ദൈവത്തെ എല്ലാറ്റിനും ഉപരിയായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതാണ് പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് വിവിധ രൂപങ്ങളുണ്ട്, ഭാവങ്ങളുണ്ട്. നമ്മുടെ വിശുദ്ധർ അവരുടെ ജീവിതത്തിലൂടെ ഏതെല്ലാം രീതിയിൽ പ്രാർത്ഥിക്കാം എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു മനസ്സിലാക്കിയാലോ? പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ. ഹല്ലേലൂയ, 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 സെയിന്റ് തെരേസ ഓഫ് ലിസ്യു. ഫ്രാൻസിൽ ജനിച്ച ഈ വിശുദ്ധ മിഷണറിമാരുടെ മധ്യസ്ഥയാണ്. നമുക്ക് ഈ പുണ്യവതിയെ ഏറെ പരിചയം കൊച്ചുത്രേസ്യ, ചെറുപുഷ്പം എന്നീ പേരുകളിലാണ്. എന്നാൽ വിശുദ്ധ തന്നെ തന്നെ വിളിച്ചിരുന്നത് ഈശോയുടെ കളിപ്പന്ത് എന്നായിരുന്നു. മഠത്തിലെ താഴ്ന്ന ജോലികൾ ചെയ്യുക, പ്രായമായ കന്യാസ്ത്രീകളെ ശുശ്രൂഷിക്കുക, തന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവരോട് മധുരമായി സംസാരിക്കുക തുടങ്ങി ഒരു പൂവ് വിരിഞ്ഞാൽ ആ സന്തോഷം പോലും ഈശോയ്ക്ക് സമർപ്പിക്കുക, ഇപ്രകാരമുള്ള ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക എന്ന പ്രാർത്ഥനയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴിയായി നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ എന്നും ചൊല്ലുന്ന നിത്യപുരോഹിതൻ ഈശോയെ എന്ന പ്രാർത്ഥന എഴുതിയത് കൊച്ചുത്രേസ്യ പുണ്യവതിയാണ്. സെയിന്റ് ഡൊമിനിക് സാവിയോ. കുട്ടികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. തന്റെ ആദ്യ കുർബാന സ്വീകരണ ദിവസം കുഞ്ഞു സാവിയോ 3 തീരുമാനങ്ങൾ ഡയറിയിൽ കുറിച്ചിട്ടു. 1. ഈശോയും പരിശുദ്ധ അമ്മയുമായിരിക്കും എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. 2. കൂടെ കൂടെ ഞാൻ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുകയും ചെയ്യും. 3. പാപം ചെയ്യുന്നതിനേക്കാൾ ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു പ്രാർത്ഥിച്ചിരുന്ന വിശുദ്ധൻ ഒരു അൾത്താര ബാലൻ കൂടിയായിരുന്നു. വിശുദ്ധ ഡൊമിനിക് സാവിയോ ഇപ്രകാരം പറഞ്ഞു: എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല, എന്നാൽ ദൈവമഹത്വത്തിന് വേണ്ടി എന്തും ചെയ്യാനും അത് എത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവമഹത്വത്തിന് വേണ്ടി എത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കരുത് എന്നാണ്. സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി. നമ്മുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധൻ 2ാം ക്രിസ്തു എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. അസീസിയിലെ പട്ടുവ്യാപാരിയുടെ മകനായി സമ്പന്ന കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും ദരിദ്രരിൽ ദരിദ്രനായി ജീവിച്ചു. പ്രകൃതിയെയും പക്ഷിമൃഗാദികളെയും സഹോദരങ്ങളായി കണ്ട വിശുദ്ധൻ അവയിലെല്ലാം ദൈവസാന്നിധ്യം കണ്ടെത്തി. കുഷ്ഠരോഗികളെ ആശ്ലേഷിക്കുമ്പോൾ ദിവ്യകാരുണ്യ അനുഭവമാണ് വിശുദ്ധന് ലഭിച്ചിരുന്നത്. തന്നെ ലോകസമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ എന്ന് വിശുദ്ധൻ പ്രാർത്ഥിച്ചു. പരസ്നേഹവും പ്രകൃതി സ്നേഹവും ദാരിദ്ര്യവും ദിവ്യകാരുണ്യ ഭക്തിയും വിശുദ്ധന്റെ പ്രാർത്ഥനാ ജീവിത രീതിയായിരുന്നു. സെയിന്റ് മരിയ ഗൊരേത്തി. ഇറ്റലിയിൽ ജനിച്ച വിശുദ്ധ ശരീരവിശുദ്ധി എന്ന പുണ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ധീരമൃത്യു കൈവരിച്ച പുണ്യവതിയാണ്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഇടം.
അത് വിശുദ്ധിയോടെ സംരക്ഷിക്കുക എന്നതും ഒരു പ്രാർത്ഥനയാണ്. ഒരിക്കൽ അലക്സാണ്ടർ എന്ന വ്യക്തി മരിയയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവളെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. എന്നാൽ അവൾ അതിന് വഴങ്ങിയില്ല. അതുകൊണ്ട് അലക്സാണ്ടർ മരിയയെ കഠാര കൊണ്ട് 14 പ്രാവശ്യം കുത്തി മുറിവേൽപ്പിച്ചു. പക്ഷേ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടും മരിയ പ്രാർത്ഥിച്ചത് ഇപ്രകാരമായിരുന്നു: അലക്സാണ്ടറിനോട് ഞാൻ ക്ഷമിക്കുന്നു. അവന് മാനസാന്തരമുണ്ടാകാനും അവൻ സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. തത്ഫലമായി അലക്സാണ്ടർ മനസ്താപപ്പെടുകയും നല്ല ജീവിതം നയിക്കുകയും ചെയ്തു. പിന്നീട് മരിയയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നത് കാണാനുള്ള ദൈവാനുഗ്രഹം അവളുടെ അമ്മ അസൂന്തയ്ക്ക് ലഭിച്ചു. ക്ഷമ എന്ന പുണ്യവും ശരീരശുദ്ധി എന്ന പുണ്യവും വിലപ്പെട്ടതാണ് എന്ന് വിശുദ്ധ മരിയ ഗൊരേത്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സെയിന്റ് അൽഫോൻസ. അൽഫോൻസാമ എന്ന് നമ്മൾ ഏറെ സ്നേഹത്തോടെ വിളിക്കുന്ന ഈ വിശുദ്ധ ഭാരതത്തിൽ നിന്നുമുള്ള ആദ്യത്തെ വിശുദ്ധയാണ്. കേരളത്തിൽ പാലായിലെ ഭരണങ്ങാനത്താണ് വിശുദ്ധയുടെ കബറിടമുള്ളത്. എന്നും രോഗങ്ങൾ മൂലം വേദന അനുഭവിക്കേണ്ടി വന്ന വിശുദ്ധയ്ക്ക് അതോടൊപ്പം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും സഹിക്കേണ്ടി വന്നു. എന്നാൽ ഈ കഷ്ടപ്പാടുകൾ ഒന്നും തന്നിൽ നിന്നും എടുത്തു കളയാൻ വേണ്ടി അൽഫോൻസാമ പ്രാർത്ഥിച്ചിട്ടില്ല. മറിച്ച് ഇവയെല്ലാം സഹിക്കുവാൻ വേണ്ടിയുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. സഹനങ്ങൾ ഒരു പുഞ്ചിരിയോടെ നിശബ്ദമായി സഹിച്ച് അവ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ദൈവത്തിന് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക എന്നതായിരുന്നു അൽഫോൻസാമയുടെ പ്രാർത്ഥനാ രീതി. കാർലോ അക്വിറ്റസ്. 1991 ലണ്ടനിൽ ജനിച്ച കാർലോയെ സൈബർ മിഷണറി എന്നാണ് വിളിക്കുന്നത്. നമ്മളിൽ ഒരാളെ പോലെ ടീഷർട്ടും ജീൻസും സൺഗ്ലാസസും ലാപ്ടോപ്പും ഒക്കെയുള്ള ഒരു ന്യൂജൻ, ദ മില്ലനിയൽ സെയിന്റ്. 7-ാം വയസ്സിൽ അധികാരികളിൽ നിന്നും സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി ദിവ്യകാരുണ്യം സ്വീകരിച്ച കാർലോ വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള തന്റെ ഹൈവേ എന്നാണ്. 12-ാം വയസ്സ് മുതൽ ഇന്റർനെറ്റിലൂടെ ദൈവത്തെ ലോകത്തിന് നൽകാൻ പരിശ്രമിച്ചു. തന്റെ www.carloaquitas.com എന്ന വെബ്സൈറ്റിലൂടെ ഏകദേശം 136 സയന്റിഫിക്കലി പ്രൂവൺ യുക്കാരിസ്റ്റിക് മിറക്കിൾസ് പല രാജ്യങ്ങൾ സന്ദർശിച്ച് വീഡിയോസ് എടുത്ത് ഈ ബാലൻ പ്രചരിപ്പിച്ചു. ഇക്കഴിഞ്ഞ മെയ് 23 പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ കാർലോയെ 2025 വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള 2ാമത്തെ അത്ഭുതം സ്ഥിരീകരിച്ചു. കാർലോ നമ്മെ പഠിപ്പിക്കുന്നത് ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും എല്ലാം ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഉപയോഗിക്കാം എന്നതാണ്. ഡാനിയൽ, നീ എന്താ ഡെസ്പായിരിക്കുന്നേ? എടാ ജോണെ, ഈ വിശുദ്ധക്കാർക്ക് പ്രാർത്ഥിക്കാൻ സമയം കാണും. നമുക്ക് എവിടുന്നാ സമയം? സ്കൂൾ കഴിഞ്ഞാൽ ട്യൂഷൻ, പിന്നെ ഹോംവർക്ക്, അസൈൻമെന്റ്സ്, ഫുൾ ബിസി. ഡാനിയൽ, നീ പറഞ്ഞത് ശരിയാ. അതിരിക്കട്ടെ, എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണ്ടേ എന്ന് നിനക്കറിയാമോ? അത് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, പള്ളിയിലായിരിക്കുമ്പോൾ, പിന്നെ വൈകുന്നേരം വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോൾ, അപ്പോഴൊക്കെയല്ലേ? ഡാനിയൽ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. സ്കൂൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ, ബസ്സിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ ഈശോയുമായി മനസ്സിൽ സംസാരിക്കാം. ഒരു ഫ്രണ്ടിനോട് എന്നപോലെ ഈശോയോട് സംസാരിക്കുക. ഇതൊക്കെ പ്രാർത്ഥനയാണ്. ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള പ്രാർത്ഥന. അതെങ്ങനെയാടാ പറ്റുന്നത്? ഈശോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് നീ പറയുന്നത്? അതേടാ, ജീസസ് ഇസ് ഇമ്മാനുവൽ. ഈശോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നീ ഈശോ മൈൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ഈശോ നിന്റെ കൂടെ നടക്കും. നിന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഇന്ന് നീ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നാളെ നിന്റെ കൂടെ കൂട്ടുകൂടാൻ വരുമോ? ഇല്ല. പക്ഷെ ഈശോ വരും. ബിക്കോസ് ജീസസ് ലവ്സ് യു അൺകണ്ടീഷണലി. ഈശോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി ചൂസ് ചെയ്യുക. പിന്നെ നീ വേറെ ലെവലാകും. എടാ ജോണെ, ഇതൊക്കെ കേട്ടിട്ട് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ. അപ്പൊ ഈ വിശുദ്ധരൊക്കെ ഈശോയെ ഇങ്ങനെ കൂടെ കൊണ്ടു നടന്നവരാണോ? നിനക്കറിയാമോ,
ക്ലാര പുണ്യവതി എന്ത് ചെയ്യുമ്പോഴും ഈശോയെ വിളിക്കും. ഈശോ വാ, നമുക്ക് ഫുഡ് കഴിക്കാം, ചെടി നനയ്ക്കാം. അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ഈശോ വാ എന്ന് പറയും. നമ്മളിങ്ങനെ ഈശോ വിളിക്കുമ്പോൾ ഈശോയ്ക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ? ശരിയാടാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ പ്രാർത്ഥനയാണല്ലേ. നിനക്ക് എങ്ങനെയാടാ ഈശോയെ ഇങ്ങനെ ചങ്കായി കൊണ്ടു നടക്കാൻ പറ്റുന്നത്? എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം അതായിരുന്നടാ തുടക്കം. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അവൻ ഒരു കാരണവും ഇല്ലാണ്ട് എന്നോട് ഇടക്കി. എന്നെ കാണുമ്പോൾ ദേശത്തോടൊരു നോട്ടവും ആക്കിയുള്ള ഒരു ചിരിയും എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. അതുമാത്രമല്ല, ബാക്കി ഫ്രണ്ട്സിനോട് എന്നെ പറ്റി മോശമായി സംസാരിക്കും. എല്ലാവരും എന്നെ കാണുമ്പോൾ മാറി നടക്കും. ക്ലാസ്സിൽ ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാണ്ടായി. ക്ലാസ്സിൽ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തും. എന്റെ സങ്കടം കണ്ട് അമ്മ ടീച്ചറിനെ വിളിച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. പറയടാ പറ, എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്യാനാടാ? എനിക്ക് അവിടെ ഇനിയൊന്നും ചെയ്യാനില്ല. ഐ വാസ് ഹെൽപ്ലെസ്. അപ്പോഴാണ് കാറ്റഗിസം ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞെന്ന ഒരു വചനം ഓർമ്മ വന്നത്. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? റോമ 8:31. അങ്ങനെ ഈശോയെ കൂട്ടുപിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നും രാവിലെ അമ്മ പള്ളിയിൽ പോകുമ്പോൾ കിടന്നുറങ്ങിയിരുന്ന ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. ക്ലാസ്സിൽ ആരും എന്നോട് മിണ്ടാത്തോർത്ത് ഞാൻ വിഷമിച്ചില്ല. ഞാൻ ഈശോയെ കൂട്ടുപിടിച്ചു. നിനക്ക് ആ ഫ്രണ്ടിനോട് ദേഷ്യം തോന്നിയില്ലടാ? നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഞാൻ ഓരോ ദിവസം പരിശുദ്ധ കുർബാനയിൽ അവനെ ഈശോയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. എന്നിട്ടെന്താ, 3-ാം ദിവസം ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ അതാ അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നു, ഒരു ചെറു പുഞ്ചിരിയോടെ. എൻ്റെ കൈക്ക് പിടിച്ച് അവൻ ക്ലാസ്സിലേക്ക് നടന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ എന്നോട് സോറി പറഞ്ഞു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവനെ ചേർത്ത് പിടിച്ച് ഞാനും ഒന്ന് പുഞ്ചിരിച്ചു. ശരിക്കും ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെ തോന്നുന്നു. നീ അവനോട് ചോദിച്ചില്ലേ സോറി പറയാൻ തോന്നിയത് എന്താണെന്ന്? ചോദിച്ചടാ. അവനെ ആരോ ഉള്ളിൽ നിന്ന് ഭയങ്കരമായി സോറി പറയാൻ പ്രേരിപ്പിച്ച പോലെ അവന് തോന്നുന്നു. എന്റെ സങ്കടങ്ങൾ ഞാൻ ഈശോയ്ക്ക് കൊടുത്തപ്പോൾ അത് ഈശോ ഏറ്റെടുത്തു. ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലാടാ മതിയാവുക. അന്നു മുതൽ ഞാൻ പരിശുദ്ധ കുർബാന ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. ഏറ്റവും വലിയ പ്രാർത്ഥനയായ പരിശുദ്ധ കുർബാനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. എടാ ജോണെ, എനിക്കും ഈശോയെ കൂടുതൽ സ്നേഹിക്കണം. ഇനി മുതൽ ഈശോ ആയിരിക്കും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഈശോയുടെ കൂടെ ഞാൻ പഠിക്കും. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. ഒത്തിരി സന്തോഷം തോന്നുന്നതാ. ഈശോയ്ക്ക് വേണ്ടി ഒരാളെ നേടാൻ എനിക്ക് പറ്റിയല്ലോ. ഡാനിയൽ, വാ, നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ